നമസ്തേ. സംസ്ഥാനത്തിന്റെ വികസനത്തിന് നിർണായകമാവുകയാണ് കിഫ്ബിയുടെ വിവിധ പദ്ധതികൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി പദ്ധതികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വികസനം കിഫ്ബിയിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയും പത്തനംതിട്ട ജില്ലയിലെ റാന്നിയുമാണ്. സമാനതകളില്ലാത്ത വികസനമാണ് കിഫ്ബി വഴി വർക്കല നിയമസഭാ മണ്ഡലത്തിൽ നടപ്പാക്കിയത്. സ്കൂളുകളും റോഡും കുടിവെള്ളവും തുടങ്ങി ആരോഗ്യമേഖലയിൽ വരെ എത്തി നിൽക്കുന്നു ഈ പദ്ധതികൾ. 280 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് ഇതിനോടകം കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ പുണ്യഭൂമിയാണ് വർക്കല. ടൂറിസത്തിനും അനന്തമായ സാധ്യതകൾ. 280 കോടി രൂപയുടെ കിഫ്ബി പദ്ധതികളാണ് വർക്കലയിൽ നടപ്പാക്കുന്നത്. അവ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് വർക്കല. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ശിവഗിരി മഠവും വർക്കലയെ ലോകപ്രശസ്തമാക്കുന്നു. വർക്കലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി നടന്നത്. ഇനി വരാനിരിക്കുന്നതും നിരവധി പദ്ധതികൾ. 280 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് ഇതിനകം കിഫ്ബി അംഗീകാരം നൽകിക്കഴിഞ്ഞു. കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തോമസ് സെബാസ്റ്റ്യൻ ഇൻഡോർ സ്റ്റേഡിയമാണ് ഇതിൽ ഒന്ന്. വർക്കല നിയോജക മണ്ഡലത്തിലെ ഇടവ ഗ്രാമപഞ്ചായത്തിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഇടവയിലെയും സമീപ പ്രദേശങ്ങളിലെയും കായിക മേഖലയിലുള്ളവർക്ക് ഏറെ പ്രയോജനകരമാണ് ഈ സ്റ്റേഡിയം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 34 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇവിടെ ജില്ലാ സ്റ്റേഡിയം നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഇവിടെ വരുമ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കായിക പാരമ്പര്യമുള്ള ഇടവ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികൾക്ക് മറ്റുള്ളവർക്കുമെല്ലാം സമീപ പ്രദേശത്തുള്ള എല്ലാ കായിക താരങ്ങൾക്കും പരിശീലനം നടത്തുവാനും മികച്ച നിലയിലേക്ക് വളരുവാനും കഴിയും. അതുകൊണ്ടാണ് ഈ സ്റ്റേഡിയം കൊണ്ടുള്ള പ്രയോജനം ഈ നാട്ടിലെ സ്കൂളുകൾക്കും സമീപ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കും എല്ലാം വളരെയധികം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഈ സ്റ്റേഡിയം വരുന്നതുകൊണ്ട് നമ്മുടെ കായിക താരങ്ങൾ, സ്കൂൾ കുട്ടികൾ, പരിസര പ്രദേശങ്ങളിലുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അടക്കം ഒരുപാട് പേർക്ക് പരിശീലനം നടത്തുവാൻ വേണ്ടി കഴിയും. അവർക്ക് നല്ല നിലയിലേക്ക് ജില്ലാ തലത്തിലേക്ക്, സ്റ്റേറ്റ് തലത്തിലേക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഉള്ള കായിക താരങ്ങളുണ്ട്. അതിനൊക്കെ ഉപരിയായി നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം നടത്തുവാനും ഇവിടെ ഹോസ്റ്റൽ സൗകര്യം അടക്കമുണ്ട്. ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പരിശീലനം നടത്തുവാനും നമ്മുടെ പഞ്ചായത്ത് വളരെയേറെ കായിക അഭിവൃദ്ധിയുള്ള ഒരു പ്രദേശമായി മാറുവാനും കഴിയും ഈ സ്റ്റേഡിയം കൊണ്ട്. വർക്കല മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിനായി അനുവദിച്ചത് 6.48 കോടി രൂപയാണ്. സ്കൂൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മികവിന്റെ കേന്ദ്രമാക്കുന്നതിനാണ് കിഫ്ബി വഴി തുക അനുവദിച്ചത്. സ്മാർട്ട് ക്ലാസ് മുറികൾ ഉൾപ്പെടെയായി ഇവിടെ ഉയരുന്നത് ബഹുനില മന്ദിരമാണ്. ഇവിടെ ഇതിനകത്ത് ഏറ്റവും മുകളിൽ വലിയൊരു കോൺഫറൻസ് ഹാളുണ്ട്. അതിൻ്റെ താഴെ രണ്ടാമത്തെ നിലയിൽ ഒരു ചെറിയ കോൺഫറൻസ് ഹാള്, 4 ക്ലാസ് മുറികൾ, അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക്,
താഴെ അറ്റത്തും അതുപോലെ 4 ക്ലാസ് മുറികൾ, ടോയ്ലറ്റ് ബ്ലോക്ക്, വലിയൊരു കിച്ചൺ സംവിധാനം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. വലിയൊരു കിച്ചൺ ഹാളാണ്, ഡൈനിങ് ഹാള്. അതുപോലെ കിച്ചൺ, പിന്നെ വലിയൊരു കിച്ചൺ, പിന്നെ സ്റ്റോർ മുറി, അത്തരത്തിൽ സ്റ്റെയർ കേസ് പുറത്തൂടെ അകത്തൂടെ. അതുപോലെ താഴെയും പിന്നെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ ആവശ്യാനുസരണം ഉണ്ട്. അതായത് വളരെ സൗകര്യപ്രദമായ രീതിയിൽ കുട്ടികൾക്ക് വായു സഞ്ചാരം ഉള്ളതും ആയ നല്ല ഒരു വലിയ സംവിധാനമാണ് ഇതിനകത്തുള്ളത്. അതെന്തായാലും കുട്ടികൾക്ക് വരും കാലങ്ങളിൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടും. ഹയർ സെക്കൻഡറി കുട്ടികൾക്കാണ് കൂടുതലായി ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്നത്. നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അനുവദിച്ചത് 3 കോടി രൂപയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്മാർട്ട് ക്ലാസ് മുറികൾ ഉൾപ്പെടെ നിർമ്മിച്ച മികവിന്റെ കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യം. പാളയംകുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും 3 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. വർക്കല LPGSന് 1.75 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. വർക്കലയിൽ കഴിഞ്ഞ 4-4.5 വർഷക്കാലമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് കിഫ്ബി പദ്ധതികളാണ്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇന്നലെ വരെ കാണാത്ത തരത്തിലുള്ള കൂടുതൽ പണം മുടക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. എല്ലാ മണ്ഡലങ്ങളെയും പോലെ തന്നെ വർക്കല നിയമസഭാ മണ്ഡലത്തിലും ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഫണ്ട് കിഫ്ബി 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ 5 കോടി രൂപയോടൊപ്പം MLAയുടെ 50 ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റിയുടെ 50 ലക്ഷം രൂപയും ചേർത്ത് 6 കോടി രൂപയുടെ വലിയ കെട്ടിട സമുച്ചയമാണ് ഇപ്പോൾ വരുന്ന ആളുകളിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചെറിയ കുറേ കെട്ടിടങ്ങളാണ് നമ്മുടെ സ്കൂളുകൾക്കെല്ലാം ഉള്ളത്. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി നല്ല വെളിച്ചം കയറുന്ന, ടൈലിട്ട, ഇലക്ട്രിഫിക്കേഷനുള്ള, എല്ലാവരും ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള സ്കൂൾ ക്യാമ്പസുകളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പ്രോജക്റ്റ് അത് തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും, മണ്ഡലത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും നമുക്ക് കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പാളയംകുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് 3 കോടി രൂപയുടെ കെട്ടിട സമുച്ചയത്തിൻ്റെ പണി നടന്നു വരികയാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. നാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, അവിടെ 3 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പള്ളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെയും സയൻസ് ലാബ് കെട്ടിടങ്ങളുടെ പണി കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി നടന്നു വരികയാണ്. പകൽക്കുറിയിൽ കിഫ്ബി തന്നെ കൊടുത്ത ആദ്യത്തെ 3 കോടി രൂപ, അതിൻ്റെ പ്രവർത്തനം ഏതാണ്ട്, ആ കെട്ടിടത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തീകരിച്ചു. രണ്ടാമത് ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസ് റൂം അടക്കമുള്ള ഒരു പദ്ധതിക്ക് വീണ്ടും ഒരു 3 കോടി രൂപ കിഫ്ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പണിക്ക് ആവശ്യമായിട്ടുള്ള DPR എല്ലാം തയ്യാറാക്കി ടെൻഡർ നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. പള്ളിക്കൽ തന്നെ 1 കോടി രൂപ ആദ്യം കൊടുത്തു, പിന്നെ ഒരു 35 ലക്ഷം രൂപ കൂടി കിഫ്ബി എന്ന് വാങ്ങിക്കൊടുത്ത് അവിടെ ഒരു LP സ്കൂളിൻ്റെ കെട്ടിടം, 3 നിലയുള്ള LP സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബി നൽകിയിട്ടുള്ള സാമ്പത്തിക സഹായം വെച്ചുകൊണ്ടുള്ള വലിയ മുന്നേറ്റം നമുക്ക് വർക്കല നിയമസഭാ മണ്ഡലത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർക്കലയിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള ശിവഗിരി റിംഗ് റോഡ് പദ്ധതി പൂർത്തീകരിച്ചതും കിഫ്ബി വഴിയാണ്. 10 കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. അന്താരാഷ്ട്ര നിലവാരത്തിലാണ് റോഡുകളുടെ നിർമ്മാണം. ശിവഗിരി തീർത്ഥാടകർക്കും ഇത് ഏറെ ഗുണം ചെയ്യും.
ശിവഗിരിയുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ശിവഗിരിയെ ബന്ധിപ്പിക്കുന്ന 26 ചെറിയ ചെറിയ റോഡുകൾ, ആ 26 ചെറിയ റോഡുകളെ യോജിപ്പിച്ചുകൊണ്ട് ശിവഗിരിയിലേക്ക് കടന്നു വരുന്ന 26 ചെറിയ റോഡുകളെ സംയോജിപ്പിച്ചുകൊണ്ട് റിംഗ് റോഡ് പദ്ധതി 10 കോടി രൂപ മുതൽ മുടക്കി നമ്മളിപ്പോൾ അതിൻ്റെ പണി ഏതാണ്ട് പൂർത്തീകരിച്ച് വരികയാണ്. നമുക്ക് ഈ വരുന്ന നാളുകളിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നാവായിക്കുളം സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മാണത്തിന് 1,50,00,000 രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. വർക്കലയിൽ സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മാണത്തിന് 2 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനാണ് തീരുമാനം. ഈ മണ്ഡലത്തിൽ തന്നെ 2 സബ് രജിസ്ട്രാർ ഓഫീസുകളുണ്ട്. ആ 2 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഒരു സബ് രജിസ്ട്രാർ ഓഫീസ്, ഈ 2 സബ് രജിസ്ട്രാർ ഓഫീസുകൾക്കും കിഫ്ബി ഫണ്ടാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. അതിലൊരു സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ പ്രവർത്തനം നമുക്ക് ഇപ്പോൾ തന്നെ പൂർത്തീകരിച്ചു. മറ്റതിൻ്റെ തറക്കല്ലിടൽ, വർക്കലയിലെ അതിൻ്റെ തറക്കല്ലിടൽ പരിപാടികൾ നടക്കുകയാണ്. ഇതിനൊപ്പം കാപ്പിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, പള്ളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്കും ഓരോ കോടി രൂപ ചെലവഴിച്ച കെട്ടിടം നിർമ്മിക്കാൻ ടെൻഡർ നടപടികൾ നടന്നുവരുന്നു. വർക്കല താലൂക്ക് ആശുപത്രിയിൽ പുതിയ ബഹുനില കെട്ടിടം നിർമ്മിക്കാൻ 12 കോടി രൂപയും, വർക്കല നടയറ പാരിപ്പള്ളി റോഡ് ദേശീയ നിലവാരത്തിലെത്തിക്കാൻ 47 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. വർക്കല നാവായിക്കുളം പള്ളിക്കൽ കുടിവെള്ള പദ്ധതിക്കായി 12 കോടി രൂപയാണ് കിഫ്ബി വഴി അനുവദിച്ചിരിക്കുന്നത്. 2 ആരോഗ്യരംഗം നമ്മളെടുത്ത് പരിശോധിച്ചാലും ഇപ്പോൾ വർക്കലയിൽ താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. വർക്കല താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു DPR നമ്മളിപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അത് പിന്നെ KSEB എഞ്ചിനീയറിംഗ് വിങ് ആണ് ആ DPR തയ്യാറാക്കി ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു വലിയ കെട്ടിട പ്രോജക്റ്റ് വരികയാണ്. നിലവിൽ അതിൻ്റെ ഒരു വർക്ക് അവിടെ നടക്കുകയാണ്. മറ്റ് ആശുപത്രികളുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റിനും കിഫ്ബിയുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പാരിപ്പള്ളിയിൽ നിന്ന് വർക്കലയിലേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ്. ശിവഗിരി തീർത്ഥാടന സമയത്തെല്ലാം വളരെ തിരക്ക് പിടിച്ച ഒരു റോഡാണ്. ഇപ്പോൾ 7 മുതൽ 9 മീറ്റർ വരെയാണ് വീതി. ഇനി 12 മീറ്റർ വീതിയിൽ ആ റോഡ് ഏതാണ്ട് 32 കോടി രൂപ ചെലവഴിച്ച് കിഫ്ബി അംഗീകാരം നൽകി ടെൻഡർ കഴിഞ്ഞു, എഗ്രിമെൻ്റ് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. അത് പാരിപ്പള്ളി മുതൽ വർക്കല വരെ വരുന്ന ഏതാണ്ടൊരു 13-14 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ആ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. മറ്റ് ചില DPRകൾ ഇപ്പോൾ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തൊടുവെ പാലം, അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എളുപ്പത്തിൽ ശിവഗിരി ഭാഗത്തേക്കും ശിവഗിരി സെൻട്രൽ സ്കൂൾ ഭാഗത്തേക്കും വരുന്ന തൊടുവെ പാലം, അതിൻ്റെ DPR സമർപ്പിച്ചു. നമുക്ക് കിഫ്ബി അംഗീകാരം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ 2 മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം കിഫ്ബി ഫണ്ട് ഇപ്പോൾ തന്നെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് പുത്തൻചന്ത മാർക്കറ്റ്. ആ പുത്തൻചന്ത മാർക്കറ്റിനുള്ള ഫണ്ട് അനുവദിച്ചു, ടെൻഡർ നടപടികളിലേക്ക് പോയി. മുനിസിപ്പാലിറ്റിയിലെ പുന്നമൂട് മാർക്കറ്റിനും കിഫ്ബി ഫണ്ട് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സർവ്വമേഖലകളിലും വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുഗതാഗതം, അതുപോലെ തന്നെ മാർക്കറ്റ്, മറ്റ് സർക്കാരിൻ്റെ വിവിധ ഓഫീസുകൾ, ഇതിൻ്റെ എല്ലാം ഒരു വിപുലീകരണം എന്ന് പറയുന്നത് നമുക്ക് ഒരു ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഈ കിഫ്ബി ഫണ്ട് നമുക്ക് ലഭ്യമായതുകൊണ്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2 കുടിവെള്ള പദ്ധതികൾക്കുള്ള പണം DPR ഇപ്പോൾ ആയിട്ടുണ്ട്. വർക്കലയിലെ കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ പള്ളിക്കൽ നാവായിക്കുളം മേഖലകളിലെ കുടിവെള്ള പദ്ധതി, നാഷണൽ ഹൈവേക്ക് അപ്പുറവും നാഷണൽ ഹൈവേക്ക് ഇപ്പുറവും 2 ഭാഗമായിട്ട് കുടിവെള്ള പദ്ധതികൾക്കും നമ്മൾ കിഫ്ബി ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ പൊതുവേ ഒരു നല്ല മുന്നേറ്റം നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ കിഫ്ബി മുഖേന നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയോടും ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്കിനോടും പ്രത്യേകിച്ച് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അവർക്കുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വർക്കലയുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്ന പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കുന്നത്. സ്കൂളുകളും റോഡും കുടിവെള്ളവും തുടങ്ങി ആരോഗ്യമേഖലയിൽ വരെ എത്തി നിൽക്കുന്നു ഈ പദ്ധതികൾ. സമാനതകളില്ലാത്ത വികസനമാണ് ഇതിലൂടെ വർക്കലയിലേക്ക് എത്തിയത്.
വർക്കലയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന നിരവധി പദ്ധതികളാണ് കിഫ്ബി വഴി ഇനിയും വരാനിരിക്കുന്നത്. സമഗ്ര വികസനമെന്ന ഒരു നാടിൻ്റെ സ്വപ്നം കൂടി ഇവിടെ യാഥാർത്ഥ്യമാകുന്നു. ₹600 കോടി വികസന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ മലയോര മേഖലയായ റാന്നി നിയോജക മണ്ഡലത്തിന് ലഭിച്ചത്. ശബരിമല തീർത്ഥാടനത്തെ കേന്ദ്രീകരിച്ചുള്ള ഗതാഗത വികസനവും സമഗ്ര കുടിവെള്ള പദ്ധതികളും റാന്നിയിലേക്ക് എത്തുന്നത് കിഫ്ബിയിലൂടെയാണ്. മലയോര മേഖലയായ റാന്നി നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് എപ്പോഴും കേന്ദ്രബിന്ദുവാകുന്നത് ശബരിമല തന്നെയാണ്. കിഫ്ബിയുടെ വികസന പദ്ധതികളിൽ ശബരിമലയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചത് ഏതാണ്ട് 200 കോടി രൂപയോളമാണ്. ശബരിമലയെ കേന്ദ്രീകരിച്ചാണ് റാന്നി നിയോജക മണ്ഡലത്തിലെ കിഫ്ബി വികസന പദ്ധതികൾ ബഹുഭൂരിപക്ഷവും ഉള്ളത്. മലയോര റാണിയായ റാന്നിയുടെ വികസന സ്വപ്നങ്ങൾക്ക് കേന്ദ്രമാകുന്നത് എപ്പോഴും ദേശീയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല തന്നെയാണ്. ശബരിമലയെ ചുറ്റിപ്പറ്റിയാണ് എന്നും റാന്നിയുടെ വികസനം മുന്നോട്ടു പോകുന്നത്. കിഫ്ബിയിലൂടെ റാന്നിയിലേക്ക് എത്തിയത് 600 കോടി രൂപയുടെ പദ്ധതികളാണ്. അതിൽ നിലയ്ക്കൽ കേന്ദ്രീകരിച്ച് മാത്രം ശബരിമല തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനായി 150 കോടി രൂപയുടെ പദ്ധതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രാധാന്യത്തോടെ പ്രതിപാദിക്കേണ്ടത് ശബരിമലയാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ 96/2001 അന്നത്തെ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയിൽ ഞാൻ വെച്ച ഒരു പ്രപ്പോസലാണ്. പിന്നീടത് അംഗീകരിക്കപ്പെട്ടു. അതിനുശേഷം ആ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായി നമുക്ക് സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പമ്പ മഹാപ്രളയം ഉണ്ടായത്. പ്രളയത്തിന് ശേഷം നമ്മൾ നിലയ്ക്കലാണ് പ്രധാനപ്പെട്ട ഇടത്താവളമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഭാവിയിലും നിലയ്ക്കലാണ് ഇടത്താവളം. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് 150 കോടി രൂപയുടെ ഒരു വമ്പൻ പദ്ധതി പ്രഖ്യാപിച്ചത്. ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയല്ല, ഘട്ടം ഘട്ടമായി. ഇപ്പോൾ ഏതാണ്ട് 48 കോടി ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് 10,000 ആളുകൾക്ക് വിരിവെക്കുക, അവർക്ക് പ്രാഥമികമായ സൗകര്യങ്ങൾ കൊടുക്കുക. മറ്റൊന്നുള്ളത്, നമുക്ക് പമ്പയിലൊരു പുതിയ പാലം നിർമ്മിക്കണം. ഹിൽ ടോപ്പ് അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ പാലം നിർമ്മിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സിവേജ് ട്രീറ്റ്മെൻറ്റ് പമ്പയിൽ വളരെ മോശമാണ്, നമുക്കറിയാം. പമ്പയിൽ നമുക്കതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. വലിയ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കണം. സന്നിധാനത്തെ സിവേജ് STP നമുക്ക് സജീവമാക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഈ പദ്ധതി ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. മലയോര ഗ്രാമീണ മേഖലയിലെ റോഡുകൾ പോലും ഉന്നത നിലവാരത്തിലേക്ക് ഉയർന്നത് കിഫ്ബി പദ്ധതികളിലൂടെയാണ്. കാലങ്ങളായുള്ള ദുരിതയാത്രയ്ക്കാണ് ഇതോടെ വലിയ പരിഹാരമായത്. 43.7 കോടി രൂപ ചിലവഴിച്ചാണ് മടത്തഞ്ചാൽ മുക്കൂട്ടുതർ റോഡ് പൂർത്തീകരിച്ചത്. റാന്നിയിലെ 2 ബ്രാഞ്ച് റോഡുകളും 2 ബൈപ്പാസ് റോഡുകളും മന്ദമരുതി വെച്ചൂച്ചിറ റോഡ്, വെച്ചൂച്ചിറ കനകപ്പാലം റോഡ്, വെച്ചൂച്ചിറ ചാത്തൻതറ റോഡ്, വെച്ചൂച്ചിറ മുക്കൂട്ടുതറ റോഡ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നതാണ്. 43 കോടി രൂപ മുടക്കി 43 കിലോമീറ്റർ, അത് മടത്തഞ്ചാലിൽ തുടങ്ങി റാന്നിയിലെ 2 ബൈപ്പാസുകൾ പൂർത്തീകരിച്ച് മന്നമരുത്തി മുതൽ കനകപ്പലം വരെയും, കനകപ്പലം ടു വെച്ചൂച്ചിറ, വെച്ചൂച്ചിറയിൽ നിന്നും കൂത്താട്ടുകുളം, നവോദയ, പ്ലാവേലി നിര വഴി ചാത്തന്തറ മുക്കൂടുതറ, അങ്ങനെ 43 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയിൽ മാന്ദ്യവിരുദ്ധ പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള സർക്കാരിൻ്റെ കിഫ്ബി എന്ന മഹത്തായ ഒരു പദ്ധതിയിലൂടെയാണ് ഈ റോഡ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ BM പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട റാന്നി MLA ശ്രീ രാജു എബ്രഹാമിൻ്റെ ഏറ്റവും വലിയ ശ്രമകരമായ രീതിയിലാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ വികസനമാണ് ഈ മടത്തിഞ്ചാൽ മുക്കൂടത റോഡ്. ഇത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് വലിയ രീതിയിലേക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണ് മടത്തിഞ്ചാൽ മുക്കൂടത റോഡ്. ഒത്തിരി കാത്തിരിപ്പിന് ശേഷം കിട്ടിയതാണ്. 43 കോടി രൂപ മുടക്കി ചെയ്ത ഈ റോഡ് ഞങ്ങൾക്ക് മലയോര മേഖലയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വിലയേറിയതാണ്. ഞങ്ങളിവിടെ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി തന്ന രാജു MLAക്കും മറ്റു ഭാരവാഹികൾക്കും വളരെയധികം നന്ദിയുണ്ട്.
കോന്നി റാന്നി മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അട്ടച്ചാക്കൽ കുമ്പളാമ്പൊയ്ക റോഡ് നിർമ്മിച്ചത് 18.5 കോടി രൂപ ചിലവഴിച്ചാണ്. 19.5 കോടി രൂപ ചിലവഴിച്ചാണ് വാലാങ്കര ഐറൂർ റോഡിന് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. 34 കോടി രൂപ ചിലവഴിച്ചാണ് ജേക്കബ് റോഡിന് നിർമ്മാണം. പാടിമൺ കോട്ടാങ്ങൽ ചുങ്കപ്പാറ ബസ് സ്റ്റോ 2 എന്നിവയും ഇതിൽ ഉൾപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ റോഡുകളാണ്. ശബരിമലയ്ക്കുള്ള പ്രധാനപ്പെട്ട റോഡ് ഒഴികെ ബാക്കി റോഡുകൾക്കൊന്നും തന്നെ പണം തന്നിരുന്ന ഒരു ഏർപ്പാടല്ല ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാ PWD റോഡുകളും BMBC അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കാനുള്ള നടപടികളായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ മടത്തിച്ചാൽ മുക്കൂട്ടുതറ റോഡ്. ഇപ്പോൾ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം കൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് വിഭാവനം ചെയ്തത്. അതുപോലെ തന്നെ ജേക്കബ്സ് റോഡ്, അതും ഏതാണ്ട് 10-20 കോടി 34 കോടി രൂപയുണ്ട് ജേക്കബ്സ് റോഡ്. മറ്റേ 45 കോടി രൂപയാണ്. ഇത് രണ്ടും നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളവുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ ജനങ്ങൾ ദീർഘകാലമായി അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്ന റോഡുകളാണ്. ഈ റോഡിൻ്റെ നിർമ്മാണം നല്ല നിലയിൽ ഏതാണ്ട് പൂർത്തിയാവുന്ന ദിശയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് വാലാങ്കര ഐറൂർ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡും ഇപ്പം നമുക്കതിൻ്റെ നിർമ്മാണം ഏതാണ്ട് 60% പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജിലേക്കുള്ള നമ്മുടെ കുമ്പളാമ്പൊയ്ക അട്ടച്ചാക്കൽ റോഡ്, ഈ റോഡിൻ്റെ നിർമ്മാണവും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനിയും സൈൻ ബോർഡുകൾ മാത്രം സ്ഥാപിക്കേണ്ട സ്ഥിതിയാണ്. മലയാലപ്പുഴ ക്ഷേത്രവും അതിലേക്കുള്ള സഞ്ചാരവും ഈ റോഡിലൂടെയാണ് പ്രധാനമായിട്ടും നമുക്ക് നടത്താൻ വേണ്ടി കഴിയുക. അപ്പോൾ റോഡുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല, ഇപ്പോൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ച 2 റോഡുകൾ, പ്രധാനപ്പെട്ട 2 റോഡുകൾ, അതിൻ്റെ DPR കോവിഡ് കാരണം DPR പ്രിപ്പറേഷൻ വൈകി. അതിലൊന്ന് നമ്മുടെ ചെറുകോൽ പുഴ മണിയാർ റോഡാണ്. 45-46 കിലോമീറ്റർ, വളരെ വലിയ റോഡാണ്. ആ റോഡ് ഇപ്പം ഞങ്ങൾ റഫായിട്ട് കണക്ക് കൂട്ടുമ്പോൾ 100 കോടിക്ക് മുകളിൽ തുക വരും. ചിലപ്പോൾ അത് 150 കോടി വരെ വരാം. കിഫ്ബി അത് അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ ഏറ്റവും വലിയ മലയോര നിയോജക മണ്ഡലമാണ് റാന്നി. ഈ നിയോജക മണ്ഡലത്തിൻ്റെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന റോഡെന്ന നിലയിൽ ഒരു വൻ പ്രാധാന്യമാണ് ഈ റോഡിനുള്ളത്. വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര വികസനത്തിനായി 20 കോടി രൂപയിലധികം ചിലവഴിക്കുന്ന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ റാന്നിയിലേക്ക് എത്തിയത്. വെച്ചൂച്ചിറ കോളനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ 5 കോടി രൂപയാണ് ചിലവഴിച്ചത്. ഇടമുറി എഴുമറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ നവീകരിക്കുന്നതിനായി കിഫ്ബിയിലൂടെ എത്തിയത് 3 കോടി രൂപയുടെ പദ്ധതികളാണ്. കോളനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 60 വർഷത്തിന് മുമ്പ് ഇവിടെ സ്ഥാപിച്ചതാണ്. ഇവിടെ കിഫ്ബി പദ്ധതിയിൽ 5 കോടി രൂപ ബഹുമാനപ്പെട്ട റാന്നി MLA രാജു എബ്രാഹിമിൻ്റെ സഹായത്തോടുകൂടി കെട്ടിടം പണി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ PT കമ്മിറ്റിയും ഇവിടുത്തെ നാട്ടുകാരുടെയും ആയിട്ട് ഒരു 5 കോടി രൂപയുടെ സമാഹരിച്ച് പണി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് രാജു എബ്രാഹിം MLAയുടെ സജീവമായ പ്രവർത്തനം സഹിതം ഈ നാട്ടിലെ ഏറ്റവും മലയോര പ്രദേശമായ കിഴക്കൻ മേഖലയിൽ ഇതുപോലെ നല്ല ഹൈസ്കൂളില്ല. ഉള്ള ഈ സ്കൂളിൽ ഒത്തിരി കിഫ്ബി പദ്ധതിയിലൂടെ കിട്ടിയ സാമ്പത്തിക സഹായം കൊണ്ട് ഈ നാട്ടിലെ മലയോര കർഷകരും കർഷകത്തൊഴിലാളിയും കൃഷിക്കാരും ദുർബല ജനവാങ്ങി ഇടവങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ് കോളനി പണ്ടിച്ചാല പ്രദേശത്ത്. അവർക്കിതൊരു വലിയ അനുഗ്രഹീതമാണ്. അല്ലെങ്കിൽ ഒത്തിരി ദൂരെ പിള്ളേർക്ക് പോയി പഠിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ശബരിമല പാതയിൽ ഉൾപ്പെടുന്ന റാന്നിയിൽ 26 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ പാലം ഉയരുന്നത്. ഇതിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. ശബരിമല പാതയിലെ തന്നെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നായ വടശ്ശേരിക്കരയിൽ 14 കോടി രൂപ ചിലവഴിച്ചാണ് മറ്റൊരു പാലം കൂടി പമ്പാനദിക്ക് കുറുകെ ഉയരുന്നത്. റാന്നി വലിയ പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുകയാണ്. അത് നിർദ്ദിഷ്ട വിമാനത്താവളത്തിലേക്കുള്ള ഒരു പുതിയ പാലവും പുതിയ റോഡും എന്ന നിലയിലാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ വളരെ വേഗം നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ 23 വർഷമായി മുടങ്ങിക്കിടന്ന പേരൂച്ചാൽ പാലം, അത് ഈ ഗവൺമെൻറ് വന്നു 6.25 കോടി രൂപ കൊടുത്തു ആ പാലം കമ്മീഷൻ ചെയ്ത് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് വടശ്ശേരിക്കര. തീർത്ഥാടന കാലമായാൽ വടശ്ശേരിക്കര പാലത്തിലൂടെയുള്ള സഞ്ചാരം അപകടകരമാണ്. അതുകൊണ്ട് അവിടെയും പുതിയ പാലം പണം കൊടുത്തു കഴിഞ്ഞു, ടെൻഡർ നടപടി നടത്തി കഴിഞ്ഞു. നിർമ്മാണ കോൺട്രാക്ടർ കോവിഡ് കാരണം നിർമ്മാണം തുടങ്ങിയില്ല. അപ്പോൾ പാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വലിയൊരു നേട്ടമുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഈ പാലം വരുന്നതോടുകൂടി. നമുക്കറിയാം
MLAയുടെ പ്രത്യേക താല്പര്യപ്രകാരം കിഫ്ബിയാണ് ഇത് പണി നടത്തപ്പെടുന്നത്. നമുക്ക് 1.5 വർഷത്തിനുള്ളിലാണ് ഈ പാലം പണി തീർക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്കറിയാം അതിനോടൊപ്പം തന്നെ പ്രളയമുണ്ടായി. അതുകൂടാതെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറച്ച് സമയങ്ങൾ ഇവിടെ പണി നടക്കാതെ വന്നു. എന്തായാലും റാന്നിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായിരിക്കും ഈ പാലം ഇവിടെ ഉണ്ടാകുന്നത്. നമുക്കിപ്പോൾ ബൈപ്പാസ് പാലം, 2 പാലം, പാരലൽ പാലമാണ് വരുന്നത്. അപ്പോൾ വൺ വേ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വികസനം എന്ന് പറയുന്നത് അങ്ങാടി പഞ്ചായത്തും റാന്നിക്കും ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടാകും. കാരണം പണ്ട് അങ്ങാടി പഞ്ചായത്തിലെ വികസനം മുടങ്ങിക്കിടന്നൊരു പഞ്ചായത്താണ് അങ്ങാടി. ഇപ്പോൾ 3 പഞ്ചായത്തുകളും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ വികസനം ഉണ്ടാകുന്നത്. റാന്നിയെ സംബന്ധിച്ചിടത്തോളം ഇത് കിങ്ഫിയുടെ ഈ ഫണ്ട് ഉൾപ്പെടുത്തിയ ഈ പാലം ഒരു വലിയ വികസനമാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് റാന്നിക്ക് മുന്നോട്ടുള്ള ഇനി അടുത്ത ചെറുപുള്ളി എയർപോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ബാധകമായിട്ട് ഈ പാലം നമുക്ക് നല്ല രീതിയിൽ റാന്നിക്ക് നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മലയോര മേഖലയിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ നിരവധി കുടിവെള്ള പദ്ധതികളാണ് കിഫ്ബിയിലൂടെ റാന്നിയിലേക്ക് എത്തിയത്. 50 കോടി രൂപ ചിലവഴിച്ച അത്തിക്കയം പെരുന്നാട് കുടിവെള്ള പദ്ധതിയാണ് ഇതിൽ ശ്രദ്ധേയം. 2 പഞ്ചായത്തുകളിലെ മുഴുവൻ ജനങ്ങൾക്കും വെള്ളമെത്തിക്കാൻ ഈ പദ്ധതിക്ക് കഴിയും. എന്നാൽ കിഫ്ബിയുടെ ഭാഗമായി ഈ മേജർ കുടിവെള്ള പദ്ധതി ഇവിടെ തുടങ്ങിയതോടെ 2ാം ഘട്ട ഫണ്ട് അനുവദിച്ചത് 49 കോടി രൂപയാണ്. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം വെച്ച് എല്ലാ മേഖലകളിലും വാട്ടർ കണക്ഷൻ വീടുകളിൽ വെള്ളം എത്തുന്നുണ്ട്. അതുമാത്രമല്ല, പൊതു ടാപ്പുകളെ ആശ്രയിച്ചിരുന്ന പെരുന്നാട് പോലുള്ള ഗ്രാമപ്രദേശത്ത് എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ മലയോര മേഖലകളിൽ എത്തിക്കുവാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ നേട്ടമാണ്. ശബരിമല ഉൾപ്പെടുന്ന ഈ പഞ്ചായത്തിൽ 2 പദ്ധതിയാണ് കിഫ്ബിയുടെ ഭാഗമായി കുടിവെള്ള പദ്ധതി എത്തിയിരിക്കുന്നത്. ഒന്ന് ഈ കാണുന്ന മേജർ കുടിവെള്ള പദ്ധതിയും അതുപോലെ തന്നെ ശബരിമല ആസ്ഥാനമായ നിലയ്ക്കലിൽ 150 കോടി രൂപയുടെ ഒരു മേജർ കുടിവെള്ള പദ്ധതിയും കൂടാണ് കിഫ്ബി ഫണ്ടിലൂടെ ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. കോട്ടാങ്ങൽ ആനിക്കാട് കുടിവെള്ള പദ്ധതിയും എഴുമറ്റൂർ കുടിവെള്ള പദ്ധതിയും കിഫ്ബിയിലൂടെ എത്തിയതാണ്. മലയോര നാടിൻ്റെ ദാഹമകറ്റാൻ ഈ പദ്ധതികൾക്ക് കഴിയുന്നുണ്ട്. ഇവിടെ പെരുന്നാട് അത്തിക്കയം പദ്ധതി കടന്നു വരുന്നത് 41 കോടി രൂപ. ഇപ്പോൾ അതിന് 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഈ നാട് ആഗ്രഹിച്ച നിരവധി പദ്ധതികൾ. ഒന്ന് റാന്നി മേജർ കുടിവെള്ളം 32 കോടി രൂപ. ഇവിടെ 3 പഞ്ചായത്തുകൾ റാന്നി ടൗൺ അടക്കം പഴവങ്ങാടി അടക്കം വടശ്ശേരിക്കര അടക്കമുള്ള 3 പ്രദേശത്തെ ജനങ്ങൾക്ക് ഏതാണ്ട് 15,000-ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വമ്പൻ പദ്ധതിയാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പമാണ് അയിരൂർ പദ്ധതി ഇപ്പോൾ പണി പൂർത്തിയായിരിക്കുന്നു. അതും ഏതാണ്ട് 50 കോടിക്ക് അടുത്താണ് ചെലവ് വന്നിരിക്കുന്നത്. കൊല്ലമള എരുമേലിക്ക് വെള്ളം കൊണ്ടുപോകുന്ന അത് നമ്മുടെ മണ്ഡലത്തിൽ നിന്നാണ്. അപ്പം അവിടെയുള്ള വെച്ചുവെച്ച കൊല്ലമള പദ്ധതി, അറയാഞ്ഞിലി മണ്ണ് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവും നടന്നു വരികയാണ്. തെള്ളിയൂർക്കാവ് വലിയകാവ് റോഡ്, ചെറുകോൽപ്പുഴ മണിയാർ റോഡ് എന്നീ 2 ബൃഹത്തായ റോഡ് നിർമ്മാണ പദ്ധതികളും ബജറ്റിൽ അംഗീകരിച്ചവയാണ്. റാന്നി മിനി സിവിൽ സ്റ്റേഷനും വിശാലമായ കോടതി സമുച്ചയവും നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന കിഫ്ബി പദ്ധതികളാണ്. റാന്നി മണ്ഡലത്തെ അടിമുടി മാറ്റുന്ന വികസന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ ഇവിടേക്ക് എത്തിയത്. റാന്നി നിയോജക മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകൾ പോലും ഉന്നത നിലവാരത്തിലേക്ക് എത്തിയത് കിഫ്ബി പദ്ധതിയിലൂടെയാണ്. റോഡുകൾ മാത്രമല്ല, മലയോര മേഖലയിലെ മിക്ക ഗ്രാമങ്ങളുടെയും കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതും കിഫ്ബിയിലൂടെയാണ്. വികസനം കിഫ്ബിയിലൂടെ എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നമസ്തേ.